ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ വെച്ചിട്ടുള്ള നല്ലൊരു വിഭവമാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ പറ്റിയതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയൊരു വിഭവമാണിത്. കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു ചെരുവാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കടായും എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് സേമിയ, 3/4 കപ്പ് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഉണ്ടായിരിക്കും. സേമിയ ഒന്ന് നന്നായിട്ട് നല്ല ചുവക്കെ വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വറക്കുമ്പോൾ വല്ലാതെ ചൂട് കൂടുതലുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, എന്നിട്ട് വറുക്കുക. സാധാരണ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന സേമിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം പാലും 2-ാം പാലൊക്കെ കൂടി ചേർത്തിട്ട് 3/4 കപ്പാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല, കൂടുതൽ വേവാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് ക്യാമറ ഓഫായി, അത് കാരണം ബാക്കിയുള്ളത് കാണിക്കാൻ പറ്റില്ല. ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെയാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേവിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി പുലാവ് ഉണ്ടാക്കുകയാണ്. സേമിയ കൊണ്ടുള്ള പുലാവാണത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 ക്ലൗസ് അല്ലെങ്കിൽ കരയാമ്പൂ ചേർക്കാം, 2 ഏലയ്ക്ക, പിന്നെ ഒരു പട്ടയില അല്ലെങ്കിൽ വഴണയില, ബേ ലീഫ് അത് ചേർക്കാം, പിന്നെ 2-3 കഷ്ണം കറുവപ്പട്ട. അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ചെറിയ 2 കഷ്ണം ചേർക്കാവൂ, അതിൽ കൂടുതൽ ചേർക്കരുത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. വെളുത്തുള്ളി ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. വേണമെന്നുള്ളവർക്ക് ഒരു അല്ലി വെളുത്തുള്ളി കൂടിയും ചേർക്കാവുന്നതാണ്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. 2-3 പച്ചമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1 കപ്പ് കാബേജ് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കാബേജിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയ 1-2 ബീൻസ് ചേർക്കാവുന്നതാണ്. പിന്നെ പട്ടാണിയില്ലേ, അത് കുതിർത്തിയിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഒരു 1/4 കപ്പ് ചേർക്കാം. അപ്പോൾ അതുണ്ടെങ്കിൽ ഗ്രീൻ പീസും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരണം, ആ ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരണം. അതിലേക്ക് വേവിച്ച സേമിയ ഇങ്ങനെ ഉലർത്തിയിടുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ സേമിയ ഇങ്ങനെ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. സേമിയ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഇടുമ്പോൾ അതിലും കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. സേമിയ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാര, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും ഒരു പിടി കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്തതാണത്. അപ്പോൾ അത് വറുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അത് നെയ്യിൽ വറുത്ത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. അവസാനം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്